ഇനി അമ്മയുടെ അടുത്ത് പോകണം അച്ഛനടുത്ത് പോകണമെന്ന് പറഞ്ഞ് കരയണ്ട. നിനക്ക് അമ്മ അച്ഛനൊന്നും ഇല്ല, മമ്മി ഡാഡി മാത്രമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നപ്പോ നമ്മുടെ മോൾ ആദ്യമായിട്ടൊന്നുമല്ലോ നമ്മൾ മുറി നിന്നിട്ട് ഏട്ടന്റെ അടുത്തിന്റെ മുറി പോയി കിടന്നുറങ്ങാറുള്ളത്. ഇന്നലെ വരെ ആയിരുന്നത് പോലെ അല്ല ഇപ്പൊ ഈ കുടുംബം. ഇന്നല്ലെങ്കിൽ നാളെ 4 വഴിക്ക് പിന്നെ പോകാൻ ഹരി നമ്മള്. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ മോളെ ദൈവത്തിന്റെ ബാല്യത്തിന്റെ മനസ്സിൽ നിന്ന് വേർപെടുത്തുന്നത് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പൊ അനുഭവിക്കുന്നതിനേക്കാൾ മുമ്പ് അനുഭവിക്കേണ്ടി വരും അവരും നമ്മളും നമ്മുടെ മോളും. നമുക്ക് എന്തായാലും ദൈവത്തിന്റെ ബാല്യത്തെയും ഇന്ന് നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പറ്റോ? പക്ഷേ അപ്പോ നമ്മുടെ മോളുടെ കുഞ്ഞു മനസ്സിന് ഇത് താങ്ങാൻ പറ്റില്ല. അതൊക്കെ താങ്ങാൻ കഴിയും. അതിനിപ്പോഴേ അകറ്റി നിർത്തുന്നത് നല്ലത്. വേണ്ട, നീ ഇനി എത്ര കരഞ്ഞാലും ഇനി അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പോകാൻ മമ്മി സമ്മതിക്കുന്നു കരുതണ്ട. മര്യാദയ്ക്ക് കരച്ചിൽ നിർത്തി കിടന്ന് ഉറങ്ങിക്കോ നീ. ശ്വാസം മുട്ടുന്നുണ്ടാവും. ഞാനൊന്ന് ചെന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം. വേണ്ട ദേവി, ഇനി ചങ്കിന്ന് ചോര പൊടിയുന്ന പോലുള്ള വാക്കുകൾ കേൾക്കാനും അവമാനിക്കപ്പെടാൻ വേണ്ടി താൻ അങ്ങോട്ട് പോകണ്ട. ദേവമോളുടെ കരച്ചിലൊക്കെ അപ്പവും ഹരിമ മാനിക്കോളും. അതോർത്ത് താൻ ആദ്യം വിളിക്കണ്ട. ഈ അപ്പോഴത്തേക്ക് എന്ത് പറ്റി? പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് പെട്ടെന്ന് മാറ്റം നല്ല ചേട്ടാ. കണ്ണനോട് അപ്പൊ അച്ഛൻ മരിച്ചതിനെ കുറിച്ച് സംസാരിച്ചപ്പോ അരിയുടെ തല്ലിയത് മുതൽ തുടങ്ങിയ മാറ്റം. മോളെ മോളെ കരയില്ലേ? കരയില്ലേ മോളെ? കരയില്ലേ? മോളെ കരച്ചിൽ നിർത്ത്. ദേവോട്ട് കരച്ചിൽ നിർത്താൻ തോന്നുന്നു. മോള് കരച്ചിൽ കേൾക്കുന്നില്ലല്ലോ മോളേട്ടാ. മോള് കരഞ്ഞു തളർന്നു ഉറങ്ങി കാണും. താൻ ഇനി ഉറക്കം ചെയ്യണ്ട, കിടന്നുറങ്ങാൻ നോക്കാം. ശിവ 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 വാ നോക്ക്. എന്താ ചേട്ടാ? ശിവ നീ കാണു നിൽക്ക്. എന്താ ചേട്ടാ? മോക്കെന്താ പറ്റി? മോള് കരഞ്ഞു തളർന്നു പോയടാ. പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വയ്യ. ശരി ഞാൻ കേറി കിടക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ബെറ്റർ. വാ ചേട്ടാ, വേഗം വാ. അഞ്ജു, ഇപ്പൊ കാറ് കൊണ്ട് ശബ്ദം കേട്ടല്ലോ. ഹരിയുടെ മുറിയിലാണെങ്കിൽ ആരുമില്ല. എന്താ ഉണ്ടായത്? നേരിച്ച് ടെൻഷൻ അടിക്കണ്ട. 9 ദിവസം ഉണ്ടായ പോലെ ദേവോട്ട് കരഞ്ഞു ശ്വാസം മുട്ടുണ്ടായി. മോളെ കൊണ്ട് ശിവനും ഹരിയുടെ ഒപ്പം കൂടി ഹോസ്പിറ്റലിലേക്ക് പോയതാ. എന്നിട്ട് എന്നെ വിളിക്കാഞ്ഞേ? അല്ല അത് പിന്നെ വിളിക്കണ്ടെന്ന് അപ്പു പറഞ്ഞു കാണും. അല്ല അഞ്ജു, അപ്പുന്റെ ഭാഷ അറിയാലോ വലിയേട്ടാ. എന്റെ കൃഷ്ണ, എന്റെ മോള്. ഈ കുടുംബത്തിലിപ്പോ എല്ലാവർക്കും വാശിയാണല്ലോ. പക്ഷെ ഈ വാശി എന്ത് നേടാനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈശ്വര, ദൈവമൊക്കെ അബദ്ധമൊന്നും വരുത്തല്ലേ. മനസ്സം നോക്കി. കുട്ടിയെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നബിലി മാസ്റ്റർ മാറ്റി സിസ്റ്ററെ. എന്താ അവളെ? എനിക്ക് എന്റെ അമ്മയെ കാണണം. മാസ്റ്റർ സിസ്റ്ററെ, പുറത്ത് കുട്ടിയുടെ അമ്മ കൊണ്ട് അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. മോൾ അമ്മയെ കാണുമെന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു ഡോക്ടർ. വരും. മോളുടെ പൾസ് റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. അമ്മയെ കാണണമെന്ന് മോള് പറഞ്ഞതുകൊണ്ടാണ് മേഡത്തിനെ വിളിപ്പിച്ചത്. മോളോ മോളുടെ അമ്മ വന്നിരിക്കുന്നു. ഇതെന്റെ മമ്മിയാ. എനിക്കെന്റെ അമ്മയാ കാണേണ്ടത്. അമ്മ വിളിക്ക്. മോളെ, ഇതാണ് മോളുടെ അമ്മ. അല്ല, ഇതെന്റെ മമ്മിയാ. എനിക്കെന്റെ അമ്മയെ കാണണം. അമ്മയോട് വരാൻ പറ. മോളെ, ഇവിടെ അടുത്ത് മോളുടെ മമ്മിയില്ലേ? പിന്നെന്താ? വേണ്ട മമ്മി, വേണ്ട. അമ്മയെ വിളിക്ക്. ഇതെന്താ? മാഡത്തിന്റെ മമ്മിന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ അമ്മയെ കാണണമെന്ന് പറയുന്നു. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്താ മോൾ ഇങ്ങനെ? മോൾ അമ്മയെ വിളിക്കുന്നത് വല്യമ്മ ഡോക്ടർ. ഓ ഐ സി. അല്ല, വല്യമ്മ വന്നിട്ടില്ലേ? ഇല്ല. വല്യമ്മ നിങ്ങളോടൊപ്പം അല്ലേ താമസം? എന്നാ ഇമീഡിയറ്റ് ആയിട്ട് ഇങ്ങോട്ട് എത്താൻ പറയൂ. അറിയാം, ചെല്ലേ. ഒന്നുമില്ല കേട്ടോ. പറഞ്ഞത് ദൈവമോളെ അമ്മയെ കാണണമെന്ന് പറഞ്ഞതാ. മോള് വലിയ ഉദ്ദേശിക്കുന്ന കേട്ട പറഞ്ഞത്. അത് സാറില്ല, അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് സമാധാനവും. എന്താ എന്താ നിങ്ങൾ കരയുന്നേ? എന്താ മോൾ നിന്നെ കണ്ടില്ലേ? അമ്മയ്ക്ക് എന്നെയല്ലേ കാണേണ്ടത്? അമ്മയാ. ഞാനവിടെ അമ്മയല്ലല്ലോ, മമ്മിയല്ലേ? മമ്മി. കുട്ടിയുടെ മനസ്സിന് ഷോക്ക് ഉണ്ടാകുന്ന എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെരിഫറൽ സാച്ചുറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. മോൾക്ക് കൂടുതൽ സ്നേഹത്തോടൊപ്പം വല്യമ്മയോടാണല്ലേ? അതെ ഡോക്ടർ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മക്കള് സ്വാഭാവികമായിട്ടും മുത്തച്ഛന്റെയോ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടെയോ സംരക്ഷണത്തിലാവും വളരുക. അപ്പോ കൂടുതൽ സമയം അവരോടൊത്താണല്ലോ സ്പെൻഡ് ചെയ്യുക.
അപ്പോ മമ്മിയെക്കാളും ഡാഡിയെക്കാളും അവരോടാകും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് എത്രയും വേഗം കുട്ടി അമ്മയെന്ന് വിളിക്കുന്ന വല്യമ്മയോട് ഇങ്ങോട്ട് എത്താൻ പറയണം. അല്ലെങ്കിൽ കുട്ടിയുടെ കണ്ടീഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. കൃഷ്ണ, ഭഗവാനെ, അറിഞ്ഞുകൊണ്ട് അവരോട് ഇന്ന് വരെ ഒരു അപരാധം ചെയ്തിട്ടില്ലല്ലോ. എന്തിന് അപ്പന്റെ മനസ്സിൽ ഇങ്ങനൊരു വേദനയുണ്ടാക്കി ദൈവമോളെ എങ്ങനെ നടത്തി മാറ്റിയത്? അപ്പനോട് പ്രസവിച്ചതെങ്കിലും എന്റെ മനസ്സിൽ ദൈവം എന്റെ മോള അല്ലാന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ. എന്റെ മോൾക്ക് എന്നെ കാണാതിരിക്കാനാവില്ലെന്ന് അറിയാമല്ലോ. പിന്നെ എന്തിനാ ഈ പരീക്ഷണം? വെള്ളത്തിൽ നിന്ന് കലക്കി പിടിച്ചിട്ട് മീനിനെ പോലെ എന്റെ ദൈവമോളിപ്പോ ശ്വാസം കിട്ടാതെ പിടയ്ക്കുമായിരിക്കും. അവളെ എനിക്കൊന്ന് കാണണം. കരുണ കാണിക്കണേ അവനെ. എന്റെ മോൾക്കൊന്നും വരുത്തല്ല. കാത്തോളെ എന്റെ കൃഷ്ണ. ശിവ, എന്താടാ വലിയ തരത്തിൽ വലിയ ഇല്ലടാ, നീ പുതിയ മുറിയില്ല. എന്താടാ മോളുടെ കണ്ടീഷൻ കുറച്ച് മോശമായില്ല. ശ്വാസം കിട്ടാനുള്ള ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്. അമ്മയെ കാണുമെന്ന് പറയുന്നത് വലിയടത്ത് വിളിപ്പിക്കാൻ ഡോക്ടർ പറയുന്നത്. വലിയടത്തും കുട്ടി സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം എത്തണം. ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. ദൈവത്തിന് കേട്ടാ ഈ വൈകില്ല, ഞങ്ങൾ എത്തിക്കോളാം. ശരി, എന്ന് വെച്ചോ. ശിവനാദേവി പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. തന്നെ കാണുന്നത് മോള് പറഞ്ഞു. നമുക്ക് പോവാം. താൻ റെഡിയാവും. ശരി. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? കുറെ നേരമായല്ലോ. അത് ഇപ്പൊ നീ പറഞ്ഞിട്ടുള്ള കാര്യം ദൈവമോടെ ഏട്ടന്റെ എടുത്തിന് മുറി പോയി കിടന്നെങ്കിൽ കിടന്നോട്ടെ. രാവിലെ വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ നിനക്ക് വാശി. രാത്രിയിൽ തന്നെ മോളെ നമ്മുടെ മുറി കൊണ്ടുവന്ന് കിടത്തി കിടന്നു. ആ വാശിയല്ലേ ഇപ്പൊ മോൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം. ഇനി തെറ്റായി പോയി പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് എന്താ പ്രയോജനം? തെറ്റായി പോയി ഞാൻ പറഞ്ഞത് അത് ഓർത്തിട്ടല്ല. പിന്നെ നമുക്ക് ജനിക്കാൻ പോകുന്ന മോളെ കൊണ്ട് നേരത്തെ അമ്മയെ വിളിപ്പിക്കുന്നത് ഡാഡിയുടെ മമ്മിയുടെ അപ്പച്ചനെയൊക്കെ മുമ്പിൽ വെച്ച് വിളിച്ച് പറഞ്ഞത് തെറ്റായി പോയി ഇപ്പൊ തോന്നുന്നു. ഇതുപോലെ ചങ്കി കുത്തുന്ന വാക്കുകളൊന്നും പറയാതപ്പോ നന്ദിയായിപ്പോ. ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നിന്നെ അറിയിക്കാതെ സ്വന്തം മോളെ പോലെ നമ്മുടെ മോളെ വളർത്തി ഇത്ര ആക്കിപ്പെടണം നിനക്ക് ഇങ്ങനെ തോന്നി തുടങ്ങിയത്? അതെ ഹരി, ഇപ്പഴാ ഞാൻ അന്ന് ചെയ്ത തെറ്റായി പോയി. എന്റെ മോളെ ഞാൻ തന്നെയായിരുന്നു വളർത്തേണ്ടിയിരുന്നതെന്നും എനിക്ക് തോന്നി തുടങ്ങിയത്. നിനക്കറിയാലോ, ഇതിനു മുൻപ് ദൈവത്തെ കൊണ്ട് ദൈവത്തെ അമ്മയെന്ന് വിളിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എന്റെ മമ്മിയും ഡാഡി രാജേഷ് അപ്പച്ചയും എന്തിന് വീട്ടിൽ വരുമ്പോഴൊക്കെ ജയന്തി എടുത്തി പറയാറുള്ളത്.